ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ഒരു കണക്കനുസരിച്ച് വെച്ചാണ് ഞാനൊരു കാര്യം ചോദിക്കുന്നത്. അതായത് കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് ലഭിച്ചു. പക്ഷെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തി. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും. ഇത് ഇനിയിപ്പോൾ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ BJPക്ക് ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യത നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു തൂക്കസഭയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോകാൻ BJPക്ക് കഴിയും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മേ ബി നമ്മൾ തിരുവനന്തപുരത്തിരുന്ന് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു കേസ് ഹിസ്റ്ററി നോക്കുക. കഴിഞ്ഞ 2009 മുതൽ കണ്ടിന്യൂവസ് ആയിട്ട് കോൺഗ്രസിൻ്റെ ആളാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം വരുമ്പോൾ 1 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, കാരണം ഒരു വിശ്വപൗരനാണ് എന്നുള്ളൊരു ഫീല് ആളുകൾക്കുണ്ടായി. അപ്പോൾ ഒരു ഫ്രഷ്നെസ്സാണ്, അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും എന്ന് ഉള്ളൊരു പ്രതീക്ഷയിൽ ഓവർവെൽമിംഗ് ആയിട്ട് അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്തു. സെക്കൻഡ് ടൈമിൽ അദ്ദേഹം അത് വീണ്ടും 15,000 വോട്ടിലേക്ക് താണു. അപ്പോൾ ഒരു ഫിയർ ഉണ്ടായി. അതായത് ഈ നെക്സ്റ്റ് മീറ്റിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ BJPക്ക് ഒരു മേൽക്കൈ, കാരണം ആ ഒരു ഗ്രോത്ത് പാറ്റേൺ അങ്ങനെ ആയിരുന്നു ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ കേരള. അപ്പോൾ അതിനു വേണ്ടി അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടത് വീണ്ടും 1 ലക്ഷത്തിലേക്ക് മുകളിലോട്ട് കയറിപ്പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ, അതായത് ആൻറ്റി BJP, അതായത് ഇന്ത്യ സഖ്യം വളരെ ശക്തമായി അന്ന് രൂപപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസുമായി സമവായത്തിലേർപ്പെടണം എന്ന് തന്നെയാണ് നാഷണൽ ലെവലിൽ പറയുന്നത്. എനിവേ, കേരളത്തിൽ ഗുസ്തി, ഡൽഹിയിൽ ദോസ്തി എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് അംഗീകരിച്ചു. ഇപ്പോൾ ഒരു ഓപ്പൺ സീക്രട്ടായി, ഇതിനൊന്നും വലിയ നാണക്കേടില്ല. അപ്പം കേരളത്തിൽ ഗുസ്തിയാണെങ്കിലും ഞങ്ങൾ ഡൽഹി പോകുമ്പം ദോസ്തിയിലാണ് എന്ന് പറയുന്ന ഒരു രീതിയായി. അപ്പോൾ ഇതൊരു വലിയ തരത്തിലുള്ള, അപ്പോൾ ഈ 30ഓളം വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് വന്നേക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇത് ഞാൻ പറയുന്നത്, നമ്മളൊരു ഏർലിയർ എക്സ്പീരിയൻസസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഫോളജിസ്റ്റും മറ്റുമൊക്കെ പറയുന്ന ഗ്രോത്ത് പാറ്റേണിനെ എഗൻസ്റ്റായിട്ട് വരുന്ന ഒരു കാരണം, ഇങ്ങനെയുള്ള ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആ ജയസാധ്യത നെഗറ്റീവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ സഖ്യം അവിടെ വരും. ഇത് ഒരു നമ്മൾ വളരെ ഇതായിട്ട് കാണും. ഇതിനെ ഭേദിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആദ്യം നേമത്ത് രാജേട്ടൻ്റെയും രാജഗോപാൽ എന്ന് നമ്മളെല്ലാവരും പറയുന്ന അദ്ദേഹത്തിൻ്റെയും, അതുപോലെ ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിയുടെയാണ്. അപ്പം ഈ പറയുന്ന ഒരു വളരെ ബ്രോഡായിട്ട്, അല്ലെങ്കിൽ ആളുകളെല്ലാം എക്രോസ് കമ്മ്യൂണിറ്റി, എക്രോസ് പൊളിറ്റിക്കൽ ഐഡിയോളജി, ഇതെല്ലാവരും കൂടെ ചേർന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് തൃശ്ശൂർ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമ്മളെപ്പോഴും BJP 30 എണ്ണത്തിലുള്ള ചാൻസ് ഉണ്ട്, അതിൽ 50 എണ്ണത്തിലാണെങ്കിൽ 15 എണ്ണത്തിലെങ്കിലും ജയിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ ഒക്കില്ല. അപ്പോൾ അതാണ് നമ്പർ 1 എൻ്റെ ഒരു അസസ്മെൻറ്റിൽ. അവർക്കൊരു ഒരു ഒരു അവരൊരുമിച്ച് നിൽക്കും. BJP എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ഒരു ഹിന്ദുത്വമാണ്, വർഗീയവാദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെറേറ്റീവ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് എ ബിഗ് ഒരു ഇനീഷ്യേറ്റീവാണ് ഇന്ന് BJP ലീഡേഴ്സിൻ്റെ മുന്നിൽ. ഒരു 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 രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസ് ഇൻ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റൻ്റാണ്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ 2009 6.6% ഉണ്ടായിരുന്നു. 2014 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 10.5% പോയി.
അത് വീണ്ടും വളർന്ന് 15%, 15.64%. കഴിഞ്ഞ 2024 അത് 19.38%. അപ്പോൾ ഇതൊരു കൺസിസ്റ്റൻറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ വരുന്ന ഇലക്ഷന് ഇതൊരു 25% അല്ലെങ്കിൽ ഒരു 3 ത്രികോണ മത്സരങ്ങൾ വരുമ്പോൾ ഒരു ജയസാധ്യത കൂടുതലായിട്ട് നമുക്ക് കാണാനും. 2, നമ്മുടെ ഇവിടെ വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. വളരെ ശക്തമായിട്ട് ഉള്ള പൊളിറ്റിക്കൽ ഇസ്ലാം റൂൾ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ആ ഒരു വളരെ തീവ്രമായ ഇസ്ലാമൈസേഷനെ പറ്റി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൺട്രോളിലാണ് ബാക്കിയുള്ള ഈ മതത്തിലുള്ള ആളുകൾ, ഏതാണ്ട് മുഴുവൻ ആളുകളും. വ്യത്യാസമില്ലെന്ന് അല്ലെങ്കിൽ അതിന് വേറിട്ട് ചിന്തിക്കുന്ന ആളുകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഒരു ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വോട്ട് ചെയ്യുന്ന വോട്ട് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലൊരു ഇസ്ലാമിക് ഒരു ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ ഇസ്ലാം കൺട്രോൾ ചെയ്യുന്നൊരു ഗ്രൂപ്പ്. രണ്ടാമതായിട്ട് ഒരു ക്രിസ്ത്യൻ ചേർച്ചസ് കൺട്രോൾ ചെയ്യുന്നൊരു ഗ്രൂപ്പ്. മൂന്നാമതായിട്ടുള്ളൊരു റിലീജിയനായ മാർക്സിസ്റ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ 3 റിലീജിയസ് ഗ്രൂപ്പുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇത് 3 റിലീജിയനാണ്, ബുക്ക് ബേസ്ഡ് ആണ്. അവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡൻറ്റിക്കലായിട്ടുള്ള പാത്തുള്ള ഒരു. അപ്പോൾ അങ്ങനെ 3 പേരും ബാക്കി അതേഴ്സ് എന്നുള്ളതാണ്. അതിനകത്ത് ഈ പറയുന്ന ജാതി സമവാക്യങ്ങളും മറ്റുമൊക്കെ ഉള്ളതാണ്. അതിനകത്ത് നായർ, ഈഴവ, മറ്റ് ജാതിക്കാർ, OBC, വനവാസി, ഇങ്ങനെ പല ഗ്രൂപ്പുകളാണ് പിന്നെ ഉള്ളത് അതേഴ്സ് എന്നുള്ളതിൽ. ഹിന്ദു എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്കായിട്ട് നമുക്ക് ഇല്ല. അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അതേപോലെ BJPയെ ഈ 20% കൂടുകയാണെങ്കിൽ മാത്രമേ അവർക്കൊരു പൊളിറ്റിക്കൽ ആയിട്ട്. അപ്പം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ലെവലിലുള്ള ചർച്ച. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ഹൈ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ളത്. നമുക്ക് ലിറ്ററസി ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ ഫെയർലി ഒരു നല്ല വിഭാഗം ആളുകളും ഇതാണ്. അത് മുസ്ലിം പോപ്പുലേഷനിലാണെങ്കിലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണെങ്കിലും. അപ്പം ഈ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് എനിക്ക് തോന്നുന്നത് നാഷണൽ ലെവലിൽ BJPയെ ഒരു തലത്തിലൊക്കെ വളർത്തിയത്. അപ്പം ഇന്ന് ആളുകൾ ആ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ഇന്നത്തെ കേരളത്തിൻ്റെ ആ പറയുന്ന ഒരു 4-5 ലക്ഷം കോടി രൂപയിലേക്ക് പോയിരിക്കുന്ന കടവും അതിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും നമ്മുടെ മുഖ്യമന്ത്രി മുതൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ അഴിമതിയും ഒക്കെ ആരോപിതരായി നിൽക്കുന്ന സമയത്ത് ഒരു ഭരണത്തിനോടുള്ള ഒരു വീക്ഷണം വളരെ ഡിഫറൻ്റായി ചിന്തിക്കുന്ന ഒരു പറ്റം എഡ്യൂക്കേറ്റഡ് യൂത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ക്രിസ്ത്യൻ മിഷൻ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഈ പറയുന്ന പലപ്പോഴും നമ്മൾ മണിപ്പൂർ പള്ളി ഇത് ചെയ്തു, പ്രീസ്റ്റിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ന്യൂസുകൾ ഫ്രണ്ട് പേജിലാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ശ്രമം ഇന്ന് നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വളരെ ശക്തമായി ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് ഈ പത്രമാധ്യമങ്ങളിലൂടെ അല്ലാതെയും വളരെ ഒരു ശക്തമായ വിവരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു രീതി വന്നിട്ടുള്ളത് കൊണ്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകളും അത് അവരുടെ ഈ പറയുന്ന പ്രീസ്റ്റ്ഹുഡിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കർദിനാലോ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അവിടെ നിന്ന് തന്നെ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഒരു മാറി ചിന്തിച്ചുകൂടാ എന്നുള്ള ഒരു ലൗഡായിട്ടുള്ളൊരു തോട്ട് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് വഖഫ് ആക്ട്. കഴിഞ്ഞ ഉടനെ വളരെ ശക്തമായി ക്രിസ്ത്യൻ സമൂഹം BJPയിലേക്ക്, അതായത് കൂടുതൽ അടുത്തെന്ന് മാത്രമല്ല അവർ BJP ജോയിൻ ചെയ്തു. എനിക്കൊന്ന് മുനമ്പത്ത് തന്നെ കുറേ കോൺഗ്രസിൽ നിന്ന് വിട്ട് BJPയിൽ വന്നു. അപ്പോൾ അവരുടെ അത് ഈ ചെസ്തമ്പിയാനോ അല്ലെങ്കിൽ അത് ഞാൻ ഇതാണ് എന്ന് പറയാനൊരു മടിയില്ലാത്ത ഒരു രീതിയിലേക്ക്, കാരണം അത് ഒൺലി തിങ് ഇസ് അവരുടെ ഈ കഴിഞ്ഞ ഒരു നാഷണൽ ലെവലിലെ 10 വർഷത്തെ ഒരു ഭരണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കോൺഫിഡൻസാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും
BJPയുടെ ഒരു ഭരണം ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെന്നും ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നത് വെൽ ആൻഡ് ട്രൂലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണെന്നും ഇപ്പോൾ റോഡ് വികസനം നടത്തുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം പോകാനല്ല, അല്ലെങ്കിൽ മുസ്ലിം ആളുകൾ പോകരുത് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല. ഈ ഡെവലപ്മെൻ്റാണ് നമുക്ക് എല്ലാവർക്കും അൾട്ടിമേറ്റായിട്ട് വേണ്ടത്. ഇനിയൊരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിലേക്ക് കാര്യങ്ങൾ ഷിഫ്റ്റ് ആയിക്കഴിഞ്ഞു. എസ്പെഷ്യലി പിന്നെ മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള മുസ്ലിംസിന് പോലും, അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഹാർഡ് ലൈൻ ഇസ്ലാമിൽ നിന്ന് താഴെ എഡ്യൂക്കേറ്റഡ് ചിന്തിക്കുന്ന ട്രിപ്പിൾ തലാഖ് പോലുള്ള ഇത് മാറ്റി ഒരു റെവല്യൂഷണറി ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ഈ വഖഫിൽ പോലും ഇതൊരു വളരെ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല. അപ്പോൾ ഒരു വളരെ ഒരു നെറേറ്റീവ് ഇതാണ്, എന്തോന്നോ ഈ ലാൻഡും ഒക്കെ വാങ്ങിച്ച് നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കുന്ന അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ വഖഫ് എന്ന് പറയുന്ന ഒരു മോട്ട്ലി ക്രൗഡ് ഇതിനെ കൈകാര്യം ചെയ്യുന്നു. അതല്ലാതെ ഇതിനകത്ത് ഒരു മുസ്ലിം സാധാരണക്കാരനും ഒരു ഇതുകൊണ്ടൊരു ബെനഫിറ്റ് ഇല്ല എന്നുള്ള മനസ്സിലാക്കിയവരും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ഒരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു. അവരെ ആരും ഇവിടെ ഭാരതത്തിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കി. ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചേഞ്ച് ഓഫ് ലീഡർഷിപ്പ് ഈ കഴിഞ്ഞ 2006 മുതലോ മറ്റോ ഉണ്ടായിട്ടുള്ള ഗ്രോത്തിനൊക്കെ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻസ് കാലാകാലങ്ങളായിട്ടുള്ള BJP ലീഡർഷിപ്പിനുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ആളുകൾക്ക് ഇവരോടുള്ളൊരു കോൺഫിഡൻസ് കുറവ്. അത് നാച്ചുറലായിട്ടും ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കി ഇവരാരും അത്ര ഒരു ലീഡർഷിപ്പ് മോശമാണെന്നുള്ള നെറേറ്റീവ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി കർണാടകത്തിലും ഡൽഹിയിലും ഒക്കെ പ്രവർത്തിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ തലപ്പത്തെത്തിക്കുക. അത് കുറേ കൂടെ ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഇലക്ഷനിൽ നിന്ന് ഓൾമോസ്റ്റ് വിജയത്തിൻ്റെ വക്കിലേക്ക് എത്തിയ ഒരു വ്യക്തിയും കൂടെയാണ്. കോർപ്പറേറ്റ് രീതികളും മറ്റുമൊക്കെയായി സ്വായത്തമായിട്ടുള്ള ഒരാൾ, വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ്മാനാണ്, സക്സസ്ഫുള്ളായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഇതൊരു യങ്ങർ ജനറേഷൻ ഒരു ഉത്സാഹം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈവൻ ദോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു നെഗറ്റീവ് നെറേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന BJP ജയിക്കുമെന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു മറ്റ് രണ്ടും പോളറൈസ് ചെയ്ത് ഇവരെ തോൽപ്പിക്കുക എന്നുള്ളൊരൊറ്റ ഇത് കണ്ടുവരികയെങ്കിൽ പോലും ഇതിനെയൊക്കെ ഭേദിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നുണ്ട്. അപ്പോൾ BJPക്ക് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റായിട്ടും അവർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഇലക്ട്രൽ പോളിറ്റിക്സിൽ വളരെ റെലവൻ്റ് ആകാനുള്ള ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു. കൂടുതൽ അവസരങ്ങളുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.